അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി, അതും പറയുന്ന സന്ദർഭവും സാഹചര്യവും അതിലേറെ ഗൗരവമുള്ള ഒരു സമയത്താണ്. അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താകുന്ന നേരത്ത് പറഞ്ഞ ഒരു കാര്യമാണ് പുരുഷന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടി. ആദ്യം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു അസ്വലാ അസ്വലാ അസ്വലാ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. പിന്നെ അടുത്തത് പറഞ്ഞത് ഭാര്യമാർ, പെണ്ണുങ്ങൾ, ഭാര്യമാരെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു. ആ കാര്യം വളരെ ഗൗരവമാണ്. ഭാര്യമാരോട് നാം ചെയ്യുന്ന ചില തെറ്റുകൾ, ഇതെപ്പോഴും ആവർത്തിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, പെട്ടെന്നുള്ള മരണം, ആയുസ് കുറയുക, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബിനെ പോലെ, ഇമാം ഗസ്സാലിയെ പോലത്തവർ പ്രത്യേകമായി പറഞ്ഞ കാര്യങ്ങൾ. ഒരു വിവാഹം കഴിക്കുമ്പോൾ ഒരു പള്ളിയുടെ ഖത്തീബ് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ വസവ്വജതുക വഅൻകഹ്തുക എന്ന് പറഞ്ഞ് പിന്നെ ചൊല്ലി കൊടുക്കുന്നതാണ്. ഇത് ആദ്യം ഇതിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ എൻ്റെ മകളെ 20 അല്ലെങ്കിൽ 18 അല്ലെങ്കിൽ 21 അല്ലെങ്കിൽ 23 വർഷം പൊന്നുപോലെ പോറ്റിയ എൻ്റെ പൊന്നുമകളാണ്. ഈ പൊന്നുമകൾ എനിക്ക് ഇപ്പോൾ ഇവളെ വേണ്ട, എനിക്കിവള് വീട്ടിൽ വലിയ ഒരു ശല്യമാണ്, അതുകൊണ്ട് നിൻ്റെ തലയിൽ കെട്ടിത്തരുകയാണ് എന്നല്ല പറയുന്നത്. എൻ്റെ പൊന്നുമോളെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല. എൻ്റെ പൊന്നുമോളെ നീ ഒരു വിശ്വസ്തനാണെന്നും നീ ഒരു നല്ല ഒരാളാണെന്നും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യം, മുത്തായ റസൂൽ പെണ്ണുങ്ങളുടെ കാര്യത്തിലൊക്കെ ഗൗരവത്തിൽ പറഞ്ഞ കാര്യത്തൊക്കെ നീ സൂക്ഷിക്കുന്ന ഒരാളാണ് എന്ന ഉടമ്പടിയിൽ സ്നേഹത്തോടു കൂടി എൻ്റെ പൊന്നുമോളെ നിനക്ക് തരുന്നതിൽ സങ്കടമുണ്ട്. എന്നാലും നിന്നെപ്പോലത്തെ ഒരാളെ കയ്യിൽ എൻ്റെ പൊന്നുമോളെ തന്നാൽ എന്നെക്കാൾ വലിയ സംരക്ഷണവും പരിഗണനയും സ്നേഹവും നിന്നിൽ നിന്ന് കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയോടു കൂടിയാണ് നിന്നിലേക്ക് ഏൽപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് അവൾ വീട്ടിൽ നിന്ന് ഉപ്പയേക്കാൾ വലിയ സ്നേഹം, ഉപ്പയേക്കാൾ വലിയ പരിഗണന, ഉപ്പയേക്കാൾ എല്ലാം നൽകുന്ന ഒരാളാണ് എന്ന് എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഉപ്പയെ നഷ്ടപ്പെട്ടു, ഉമ്മയെ നഷ്ടപ്പെട്ടു, നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് ഭാര്യമാർ എന്നുള്ളത് വലിയ വിഷയമാണ്. അള്ളാഹു നമുക്ക് തന്നത് വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ. അള്ളാഹു ആഫിയത്ത്, ആരോഗ്യം, ദീർഘായുസ്സ് അള്ളാഹു നൽകട്ടെ. മുത്തായ റസൂൽ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആള്, ഏറ്റവും നല്ല ആള് ആരറിയോ? ഖിയാറുക്കും, നിങ്ങൾ ഏറ്റവും നല്ല ആള് ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആള് എന്നാണ്. കണ്ട പെണ്ണുങ്ങളോട്, കിട്ടിയ പെണ്ണുങ്ങളോടല്ല. നമ്മുടെ ആയുസ്സിനെ കുറക്കുന്ന, പെട്ടെന്ന് മരണമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണ്? അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വളരെ ആർത്തിയോടുകൂടി കയറി വന്നവരാണ് നമുക്ക്. കാരണം നമുക്ക് ഒരുപാട് വർഷം ചെയ്യിക്കണോ, അതുപോലെ നമ്മുടെ ആയുസ് ചുരുങ്ങാൻ പാടില്ല എന്നെല്ലാം ആഗ്രഹമുള്ളവരാണ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ പ്രഭാഷണത്തിൽ പറയുമ്പോൾ, മൂക്കിൽ വലിക്കുന്ന ചീഞ്ചലം നക്കിയെടുത്താൽ പോലും ഭാര്യയുടെ കടമ തീരൂല. അതിങ്ങനെയുള്ള ഭർത്താവ്, നീ ഭർത്താവായെങ്കിൽ അതുപോലത്തെ കടമ നിന്നോടുണ്ട്. കാരണം അവൾക്ക് നീ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, അവൾക്കെല്ലാം നീ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. അവൾക്ക് വീട്ടിലൊന്നുമില്ല അല്ലേ, സുഖമായി കിടന്നുറങ്ങുക.
അവളുടെ വീടിൻ്റെ പണി നോക്കാൻ ജോലിക്കാരാക്കി കൊടുത്തിട്ടുണ്ട്, മക്കളെ നോക്കാൻ ജോലിക്കാരുണ്ട്, എല്ലാത്തിനും ആളുകൾ. അങ്ങനെ ഒരു ഭർത്താവായാൽ അത്രത്തോളം നിന്നോട് കടം അവൾക്കുമുണ്ട്. അങ്ങനെ ആയിരിക്കണം ഒരു ഭർത്താവ്. അത്ര കഴിവുള്ളവൻ തന്നെ വിവാഹം കഴിക്കണം. നിൻ്റെ വീട്ടിൻ്റെ ജോലി എടുക്കാൻ വേണ്ടിയല്ലല്ലോ. വിവാഹത്തിന് വേണ്ടി നീ കല്യാണം ആലോചിക്കാൻ വരുമ്പോൾ നിങ്ങളെ മോലെ പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നീ വിവാഹം കഴിക്കാൻ വേണ്ടി വന്നത്. നീ പൊന്നുപോലെ നോക്കും എന്ന ഒരു പരിശോധന കൂടി അവർ നടത്തി വീണ്ടാണ് നിനക്ക് വിവാഹം കഴിച്ചു തരുന്നത്. എന്നിട്ട് നീ ചെയ്യുന്നത് അക്രമമാണ്. ആ പറഞ്ഞ വാക്ക് ഒന്നും പാലിക്കാതെ ചെയ്താൽ അക്രമമാണ്. അക്രമം ദുനിയാവിൽ വെച്ച് ശിക്ഷിക്കപ്പെടും, പരലോകത്തെ ശിക്ഷ വേറെയാണ്. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ. ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകൾ ഒരുപാട് കേട്ടവരാണ്. ബാധ്യതകളൊക്കെ കേട്ട് വന്നിട്ട് വലിയ ബീമ്പളക്കുന്ന ഒരാളുണ്ട്. കാരണം ആരാണ് ഭർത്താവെന്ന് മനസ്സിലായില്ലേ, ഉസ്താദ് പറഞ്ഞില്ലേ. എന്നാൽ ഭർത്താവിനും ഉണ്ട് ഭാര്യയുടെ മേലെ ബാധ്യതകൾ. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെയാണ്: മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നു, ഖുൽതു യാ റസൂലല്ലാഹ്. മുആവിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, മാ ഹഖ്ഖു സൗജത്തി അഹദിനാ അലൈഹി. ഭാര്യമാരോട് വല്ല കടമകൾ ഭർത്താക്കന്മാർക്കുണ്ടോ എന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ കടമകൾ എണ്ണിക്കൊടുത്തു. കടമകൾ പറഞ്ഞു, അൻ തുത്ഇംഹാ ഇദാ തുഇംത. നീ ഭക്ഷിച്ചാൽ അവളെയും ഭക്ഷിപ്പിക്കണം. പിശുക്ക് കാണിക്കരുത്. പിശുക്ക് ആയുസ്സിനെ കുറക്കും. വളരെ പ്രധാനപ്പെട്ട നാം ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണ് എന്ന് നാം അറിയേണ്ടതുണ്ട്. അവൾക്ക് ഭക്ഷണം എല്ലാം ചെയ്തു കൊടുക്കേണ്ട ബാധ്യത അത് ഭർത്താവിൻ്റെതാണ്. ഒരു ഭാര്യ നിൻ്റെ വീട്ടിലേക്ക് വന്ന് കടന്നു വന്ന് സുബഹി നമസ്കരിച്ചു കിടന്നുറങ്ങി അല്ലേ. എന്നാൽ അവൾ കിടന്നുറങ്ങുന്ന കിടക്കയിലേക്ക് തന്നെ ഭക്ഷണം കൊണ്ടുപോയി എത്തിപ്പിക്കണം. അതിൻ്റെ ബാധ്യതയാണ്. അവൾ കൃത്യമായി ഭക്ഷണം തരുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയാൻ നിനക്കില്ല, നിനക്ക് ആ അവസരമില്ല. അത്രയ്ക്കും കഴിവുള്ള ആളാണെങ്കിൽ നീ കല്യാണം കഴിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ ഹദീസൊക്കെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വതക്സൂഹ, നീ ധരിച്ചിട്ടുണ്ടോ അവളെയും ധരിപ്പിക്കൽ നിൻ്റെ ബാധ്യതയാണ്. ജോലി ഉണ്ടോ അവളെ പൊന്നുപോലെ നോക്കണം, പിശുക്ക് കാണിക്കരുത്. അതുപോലെ വല തദരിബ്, ഒരിക്കലും അടിച്ചു പോകരുത് നിൻ്റെ ഭാര്യയെ. ഇനി അടിക്കേണ്ട ഒരു സാഹചര്യം നിൻ്റെ ഭാര്യ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. വേറൊരു നിവൃത്തിയില്ല, അത്രക്കും നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നില്ല, അള്ളാഹുവിനെതിരാകുന്ന ചില പ്രവർത്തി അവൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. നിൻ്റെ ഭക്ഷണം വസ്ത്രം കഴുകി തരുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. ഭക്ഷണം വസ്ത്രം അവളുടേതും അവളുടെ മക്കളുടേതും എല്ലാം നീ കഴുകി കൊടുക്കണം, അല്ലെങ്കിൽ കഴുകാൻ ഒരാളെ ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ട് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ മറ്റു അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവൾ വീഴ്ചകൾ വരുത്തുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിന് അവൾ അടിക്കരുത്. പിന്നെ അടിക്കാതെ നിർവാഹമില്ല എന്നൊരു സാഹചര്യമാണ്, അനുസരണക്കേട് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും തെറ്റിട്ട് പോലും വല തദരിബുൽ വജ്ഹ, അവളുടെ മുഖത്തെ കടിച്ചു പോകരുത് എന്നാണ് മുത്തായ റസൂൽ പറഞ്ഞത്. അതുപോലെ വല തുകബ്ബിഹ്, അവളെ ചീത്ത പറഞ്ഞു പോകരുത് എന്നാണ്. മക്കളെ മുമ്പിൽ വെച്ച്, ഉമ്മയുടെ മുമ്പിൽ വെച്ച്, ജ്യേഷ്ഠൻ്റെ ഭാര്യൻ്റെ മുമ്പിൽ വെച്ച്, അനുജൻ്റെ ഭാര്യൻ്റെ മുമ്പിൽ വെച്ച്, പെങ്ങന്മാരുടെ മുമ്പിൽ വെച്ച്, അയൽവാസികളുടെ മുമ്പിൽ വെച്ചൊക്കെ ചീത്ത പറയുന്ന എത്ര ആളുകളാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. ഒരിക്കലും പറഞ്ഞു പോകരുത്. അതാണ് മുത്തായ റസൂൽ മരിക്കുന്ന വേളയിൽ പോലും അസ്വലാ അസ്വലാ വമാ മലക്കത്ത് ഐമാനുക്കും,
ഭാര്യമാരുടെ കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞത് പെണ്ണുങ്ങളെ കാര്യത്തിൽ സൂക്ഷിക്കണമെന്നാണ്. അവർ നിങ്ങളെ ആശ്രയിച്ച് വന്നവരാണ്, അവരുടെ കാര്യം ചെറുതല്ല എന്നാണ്. അതും മരണവേളയിലും അള്ളാഹുവിൻ്റെ റസൂൽ ഗൗരവത്തോടു കൂടി ആ കാര്യം പറഞ്ഞത് അങ്ങനെയാണ്. വലാ തജ്ഹർ ഇല്ലാ ഫിൽ ബൈത്ത്, ഒരിക്കലും അവളോട് പിണങ്ങേണ്ട ഒരു സാഹചര്യം അവൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. നിൻ്റെ വീട്ടിൽ രഹസ്യമായിട്ടല്ലാതെ ഒരിക്കലും പിണങ്ങിപ്പോകരുത് എന്നാണ്. ഇന്നിങ്ങനെയാ തമാശക്ക് ഒരാൾ പറയുന്നതായി കേട്ട്, എൻ്റെ മോനെ മദ്രസയിലേക്ക് വൈകിയത്. അപ്പം മകൻ പറഞ്ഞ് ചെറുപ്പില്ലായിരുന്നു, അങ്ങനെ ചെറുപ്പ് കിട്ടാൻ വൈകിയെന്ന്. അതെന്താ ചെറുപ്പ് കിട്ടാൻ വൈകിയത്? ഒരു ചെറുപ്പ് ഉമ്മാൻ്റെ കയ്യിലും ഒരു ചെറുപ്പ് ഉപ്പാൻ്റെ കയ്യിലാണ്. രണ്ടാളും കുസ്തി മത്സരമെല്ലാം കഴിഞ്ഞ് പിന്നെയാണ് ഈ ചെറുപ്പ് കിട്ടിയത്, പിന്നെയായി മദ്രസയിലേക്ക് വരുന്നത്. ഇത് നമ്മുടെ പൊന്നുമക്കൾ കണ്ടുപിടിക്കുകയാണ്. കാരണം അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണല്ലോ. അതോടൊപ്പം ശാരീരിക ബന്ധം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ശാരീരിക ബന്ധത്തിൽ നമ്മുടെ ആയുസ്സിനെ കുറക്കുന്ന, അതുപോലെ അതിൽ പ്രധാനപ്പെട്ടത് നിരന്തരമായുള്ള ശാരീരിക ബന്ധം അത് ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുമെന്നുള്ളതാണ്. ആരോഗ്യമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കിതാബുകളിൽ. അത് നിരന്തരമായി എപ്പെങ്കിലും ഒരിക്കൽ നിരന്തരമായി നാം ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ട് ആരോഗ്യം അള്ളാഹു നൽകിയ ഭാഗ്യമാണ്, അത് നിലനിർത്തൽ നമ്മുടെ കടമയുമാണ്. അതുമായിട്ട് വിശാലമായ വിഷയത്തിൽ പറയേണ്ടതുണ്ട്. ഇപ്പം തന്നെ ഏകദേശം വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോയി. ഇനി അതിലോട്ട് പ്രവേശിച്ചാൽ വീണ്ടും കൂടിപ്പോകും. ഇൻഷാ അല്ലാഹ് ഇതിനൊരവസരത്തിൽ നമുക്ക് വിശാലമായി വിശദീകരിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. പുരുഷൻ്റെ അശക്തതയിൽ പെട്ടതാണ് മുത്തായ റസൂൽ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ കുബുലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചുംബനം നൽകുക, ഇത്തരത്തിലുള്ളൊരു ഒന്നിനും ഏർപ്പെടാതെ തൻ്റെ ആഗ്രഹം മാത്രം തീർക്കുന്നവൻ ഒരിക്കലും പുരുഷനല്ല എന്നാണ്. അത് പുരുഷൻ്റെ അശക്തതയിൽ പെട്ടതാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഉരുള ഭക്ഷണം അവളെ വായിൽ വെച്ച് കൊടുക്കൽ അത് വലിയ പുണ്യമുണ്ട് എന്നാണ്. അവളെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിച്ചാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാ? ഇത് വീട്ടിലേക്ക് വരുത്ത് കണ്ടാലോ പാവം ആ ഭാര്യ മക്കളെ പേടിച്ച് വിറച്ചിറക്കുക. കാണുമ്പോൾ മുഖത്ത് ഒരു ചിരിയില്ലാത്ത ഒരാളാണ്. എന്നാൽ കണ്ട പെണ്ണുങ്ങളോട്, കിട്ടിയ പെണ്ണുങ്ങളോട് ചിരിക്കാനും അവരോട് തമാശകൾ പറയാനും എത്ര വേണമെങ്കിലും എനിക്ക് സമയമുണ്ടാകും. പക്ഷേ സ്വന്തം കെട്ടിയ, തനിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച് വന്ന ആ പൊന്നു ഭാര്യ, അവളോടൊന്ന് പുഞ്ചിരിക്കാൻ സന്മനസ് കാണിക്കാത്തത് എന്തുകൊണ്ടെന്നറിയോ? നീ ഒരു ഉത്തമ മനുഷ്യനല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണെന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഉത്തമമായ മനുഷ്യന്മാർ അവരുടെ ഭാര്യമാരോട്, റസൂൽക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നല്ലോ, ഒരാൾക്ക് പോലും ഹബീബിനെ കുറിച്ച് ഒരു പരാതിയില്ലല്ലോ. നമുക്ക് ഒരു ഭാര്യയാണ്, 100 പരാതിയാണ്. തായ റസൂലിൻ്റെ ജീവിതം എത്ര ധന്യമാണെന്നൊന്ന് ഓർത്തു നോക്ക്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബിൻ്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ ഭാര്യ മക്കൾ മാതാപിതാക്കളെ കൂടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.